ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഇവിടെ എനിക്ക് സുഖാട്ടോ. ഞാനുള്ളത് അഹല്യ ആയുർവേദ ഹോസ്പിറ്റലിലാണുള്ളത്. അവിടെ ആയുർവേദ ഹോസ്പിറ്റൽ മാത്രമൊന്നുമല്ല കേട്ടോ. ഡയബറ്റിക് സെൻ്റർ ഉണ്ട്, മദർ ചിൽഡ്രൻ ഹോസ്പിറ്റലുണ്ട്, ഐ ഹോസ്പിറ്റലുണ്ട്, പിന്നെ PG പഠിക്കുന്ന അതിൻ്റെ ഉണ്ട്. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ, പാരാമെഡിക്കൽസിൻ്റെ ഉണ്ട്. IITൻ്റെ ഉണ്ടായിരുന്നു, ഇപ്പോൾ IITൻ്റെ അല്ല, ഇപ്പോൾ അതിൻ്റെ എന്തോ ഉള്ളത്. അങ്ങനെ 4000 ഏക്കറിൽ പരന്ന് കിടക്കുന്നൊരു സ്ഥാപനമാണ് കേട്ടോ ഈ അഹല്യ ക്യാമ്പസ് എന്ന് പറയുന്നത്. അതിൽ ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഒരു ലേക്ക് ഹൗസിലാണ്. ഇതാണ് ആ ലേക്ക് കേട്ടോ. അതിൻ്റെ രാവിലത്തെ മഴ ഉണ്ടെന്ന്, ആ മഴയും കൊണ്ടുള്ള ഒരിത് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഇതുപോലത്തെ 4-5 കാറ്റാടികളുണ്ട് കേട്ടോ ഇവിടെ. അതിൽ നിന്നാണ് ഇവർ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിലേക്ക്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സോളാർ നിറയെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇന്നലെ ഒരു ക്യാമ്പസ് വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടതാട്ടോ. ഒക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അതൊക്കെ ഹോസ്പിറ്റലാണെന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. നന്നായി കാണാനുണ്ട്. എല്ലാ സാധനമാണെങ്കിലും ഇപ്പോൾ മരുന്നൊക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെയും കണ്ടു. പക്ഷെ ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല. അതെന്തോ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല കേട്ടോ മരുന്നുണ്ടാക്കുന്നത്. അതേപോലെ എന്തെല്ലാം വേണോ ഒരു ദിവസം കാണാനുള്ള ഒരു ടൂറൊക്കെ, 1 ഡേ ടൂർ വന്നാൽ ഒരു ദിവസം കാണാനുള്ളതുണ്ട് കേട്ടോ. അത്രയും വിശാലമായ, എന്നാലോ ഇപ്പോൾ തെങ്ങാണെങ്കിലും പനയാണ് ഇവിടെ കൂടുതൽ കേട്ടോ. പാലക്കാടൻ ഇതിൽ പനയാണ് കൂടുതൽ. ഇതാണ് കേട്ടോ ആ ഹൗസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭംഗി, ഇപ്പോൾ രാവിലത്തെ ഭംഗിയൊന്ന് കാണിച്ചു തരാം. ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഭംഗിയൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ. കുറേ ആയിക്കണം വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടാറില്ല. ഇവിടെ ഹോസ്പിറ്റലാണെങ്കിലും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് ഇവിടുത്തെ ഓരോന്ന് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഷോർട്ടായിട്ട് ഇടുകയാണ് കേട്ടോ. ഇതൊക്കെ ആ കാണുന്നതൊക്കെ ലേക്ക് ഹൗസുകളാണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ലേക്ക് ഹൗസിൽ. ഇത് ഈ ഭാഗത്തുനിന്ന് ലേക്ക് കൂടെ അപ്പുറത്തേക്ക് കോട്ടേജിലേക്ക് പോകാനുള്ള വഴികളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രഭാതത്തിൻ്റെ ഒരിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഇനി നിറയെ ഉണ്ട് കേട്ടോ. ഓരോ ഭാഗമായിട്ട് ഞാൻ ഷോർട്ടായിട്ടാണ് ഇടുന്നത്. ഈ ലോങ് വീഡിയോ ഇടാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ്. എന്തൊരു ഭംഗിയാണ് അറിയാം. ഇത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഹോസ്പിറ്റലാണെന്നൊന്നും നമ്മൾ പറയില്ല. അത്രയും ഭംഗിയിലാണിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് രാവിലത്തെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഈ മഴയും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ അങ്ങനത്തെ എല്ലാം കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇനി കുറേശ്ശെ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഓരോന്നായിട്ട് ഇടാം കേട്ടോ. അതേപോലെ മയിലുകൾ, പക്ഷികൾ, അങ്ങനെ ഒരുപാട് എല്ലാ ജീവജാലങ്ങളും അതും ഉണ്ട് ഇതിനുള്ളിൽ കേട്ടോ. അങ്ങനെ അവർക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിലത്തെ ഫ്രൂട്ട്സൊന്നും ഇവരാരും വലിക്കില്ല. അതൊക്കെ പക്ഷികൾക്കാണ്. അത്രയധികം പക്ഷികളുണ്ട് ഇവിടെ കേട്ടോ. എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയാട്ടോ അത് കാണാൻ. ഇവിടെ രോഗികൾക്ക് ഇവിടുത്തെ അന്തരീക്ഷം തന്നെ നല്ല റിലാക്സ് ആക്കി കൊടുക്കും. അതുമാതിരിയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ഡേ ടൂർ വന്നാലും ഇതൊക്കെ കാണാം കേട്ടോ. കുറേ ഭാഗത്ത് കാണാനുണ്ട്. അതൊക്കെ ഞാൻ കുറേശ്ശായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടേജുകൾ കേട്ടോ ഇവിടുത്തെ. പിന്നെ ആ അപ്പുറത്ത് കാണുന്നത് സ്കൂളാണ്. ഇവരുടെ സ്കൂൾ, എൻജിനീയറിങ് കോളേജ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ വരുമ്പോൾ വിചാരിച്ചത് ഹോസ്പിറ്റലിൽ തൈലം അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ട്രീറ്റ്മെൻറ്റ് റൂം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അതൊക്കെ ഉണ്ടാവുക കേട്ടോ. നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് അതിൻ്റെ ഒരു
ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം എനിക്ക് ശരിക്കും പറയാനൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ കുറച്ച് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്, കുറച്ച് ആൾക്കാർക്ക് അറിയായിരിക്കും, എന്നാലും ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഒന്ന് കണ്ടോട്ടെ. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഫീലിങ്ങിലല്ല ഇവിടെ ഉള്ളത്, നല്ലൊരു അന്തരീക്ഷമാണ് അങ്ങനെ ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക കേട്ടോ. ആരും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യുന്നില്ല. കമൻറ്റ് ചെയ്യാത്തവർക്ക് കിട്ടാണ്ടാണെന്ന് പറയാം. അപ്പോൾ അതിനൊരു ഐഡിയ ഉണ്ട് കേട്ടോ, കിട്ടാത്തവർക്ക് അത് ഞാൻ പറഞ്ഞുതരാം. അതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാണ്. അതുപോലെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതാകാൻ തുടങ്ങി, കമൻറ്റ് വരാൻ തുടങ്ങി. അല്ലാണ്ട് മിക്ക ആൾക്കാർക്കും കമൻറ്റ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവർക്കും ഞാൻ കമൻറ്റ് ഇടുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. വീഡിയോ ഇതാണ് മയിൽ വന്ന് നിൽക്കുന്നുണ്ട, ദിവസം വരും കേട്ടോ, ഡെയിലി വരും ഇവർ. നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പോൾ വീണ്ടും വീണ്ടും പറയാണ്, ലൈക്കും കമൻറ്റും ചെയ്യുക. കോഴികൾ മേയും പോലെയാണ് ഇവർ മേയുക കേട്ടോ. ഇതണ്ട ഇനിയുണ്ട്, നിറയെ വരും, ഇതൊന്നല്ല നിറയെ വരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതാണ് അഹല്യ പബ്ലിക് സ്കൂൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയണം, ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് രാവിലത്തെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ.